ഇന്നെന്നാ ബീട്രൂട്ടാണോ തോരനെന്ന് ഇഷ്ടമില്ലാതെ ചോദിച്ചവരൊക്കെ ഈ 2 ഐറ്റംസ് കൂടെ എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇഷ്ടത്തോടെ ആഹാ ഇന്ന് ബീട്രൂട്ടാ തോരൻ എന്ന് ചോദിച്ചു തുടങ്ങും. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, പൊടിയായി അരിഞ്ഞു വെച്ചിരുന്ന മീഡിയം വലുപ്പത്തിലുള്ള 2 ബീട്രൂട്ട്, ചെറിയൊരു സവോള കുനുകുനാന്നരിഞ്ഞത്, എരിവിനാവശ്യത്തിന് പച്ചമുളക്. ഇനി ആ 2 ഐറ്റംസിൽ ഒന്നാമനെ ചേർക്കാനുള്ള സമയമായി. വേറൊന്നുമല്ല, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം മൂടി തുറന്ന് അരമുറി ചിരവിയ തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ച് ശേഷം മൂടി തുറന്ന് ഇനി നമ്മുടെ രണ്ടാമന് ചേർക്കാനുള്ള സമയമായി. വേറൊന്നുമല്ല, ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചതാ ഇതുപോലെ നന്നായി ഇളക്കി ചിക്കിയെടുത്ത് ബീട്രൂട്ടിനൊപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല പൊരുപൊരാന്നിരിക്കുന്ന ബീട്രൂട്ട് തോരൻ റെഡി. ഇനി ബീട്രൂട്ട് മേടിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.